ഓഫേഴ്സ് എന്ന് കേട്ടാൽ വീഴാത്തവരായിട്ട് ആരും ഇല്ലല്ലേ. അതിപ്പോൾ എത്ര കാശുള്ളവനാണെങ്കിലും കാശില്ലാത്തവനാണെങ്കിലും നമ്മൾ അതിനകത്ത് ഹൂക്കാവും. എനിക്കൊന്നും അതൊരു മനുഷ്യ സഹജമാണ്. ഇത് ഓൺലൈൻ ബിസിനസ്സുകാർക്കും അറിയാം, ഓഫ്ലൈൻ ബിസിനസ്സുകാർക്കും അറിയാം. അത് അവരെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കുവാണെങ്കിൽ മാസം തോറും അല്ലെങ്കിൽ ആഴ്ച തോറും ഓരോരോ പുതിയ പുതിയ പേരുകളിലാണ് ഓഫർ സെയിലുകൾ ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ലാഭത്തിന് സാധനങ്ങൾ മേടിക്കാം, എന്നാൽ പോലും ഭയങ്കര വലിയ ലാഭമൊന്നും പല ഓഫറുകളിലും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഓൾറെഡി നിങ്ങൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നതാണെങ്കിൽ ഞാൻ അതൊക്കെ തന്നെ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ലുലുവിൽ നടന്നൊരു ഓഫർ സെയിൽ നിങ്ങളെല്ലാം കേട്ടു വിചാരിക്കുന്നത്. ആ സമയത്ത് ബില്ലിംഗ് സെക്ഷനിൽ ആക്ച്വലി കസ്റ്റമേഴ്സ് ഇങ്ങനെ നിന്നിട്ട് അവസാനം കാല് കഴിച്ച് ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പൊ അത്രയും ആ ഒരു തള്ളിക്കയറ്റായിരുന്നു അവരുടെ ആ ഒരു ഓഫർ സെയിൽ. ഇത് തന്നെയാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിലെ ആ ഒരു ബിഗ് ബില്യൺ ഡേയ്സിലും അതുപോലെ തന്നെ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ഒക്കെ നടക്കാൻ പോകുന്നത്. എന്നാൽ അത് ഓൺലൈൻ ആയതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു കസ്റ്റമേഴ്സിന് ഇങ്ങനെ പോയി ബില്ല് ചെയ്ത് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ ഇല്ലെന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ഓഫ്ലൈനിൽ ഫ്ലിപ്കാർട്ട് ആയിരുന്നുവെങ്കിൽ ഇതേപോലത്തെ ഒരു അവസ്ഥ നമുക്ക് കാണാമായിരുന്നു. കാരണം ഏറ്റവും ലാഭകരമായിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്നത് ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സിലും അതുപോലെ തന്നെ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലുമാണ്. ഞാനിപ്പോൾ ഫ്ലിപ്കാർട്ടും ആമസോണും മാത്രമല്ല അജിയോ, മിന്ത്ര, ടാറ്റ ക്ലിക്ക് ഇവിടെയൊക്കെ തന്നെ അതായിരിക്കും. ഓൾറെഡി നമ്മുടെ BBD 2024 ഐഫോൺസിന് എത്ര രൂപയ്ക്ക് നമുക്ക് മേടിക്കാൻ സാധിക്കും എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലകത്ത് തന്നെ കുറെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാംസങ് S സീരീസിൽ ഏതൊക്കെ ആയിരിക്കും നമുക്ക് ലാഭകരമായിട്ട് മേടിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ആ റേറ്റ്. കൂടാതെ പല വീഡിയോകളിലും ഇതുപോലെ ചോദിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. എന്തായാലും സാംസങ് S സീരീസ് ഞാൻ S21 FE മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ S20 നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. പക്ഷേ S20 ഇപ്പോൾ മേടിക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ S21 FE തന്നെയാണ്. കാരണം രണ്ടും ഒരു റേറ്റ് തന്നെയാണ്. 27,990 അല്ലെങ്കിൽ 28,990 നോർമലി നമുക്ക് കാണാൻ പറ്റുക. ഇതൊക്കെ തന്നെ ഉറപ്പായിട്ടും ഓഫർ സെയിലിൽ നമ്മുടെ ബിഗ് ബില്യൺ ഡേയ്സിൽ 22,000 മുതൽ 25,000 രൂപയ്ക്കകത്ത് വരും എന്നുള്ളതിൽ വേറെ ഒരു സംശയമില്ല. ഇനി അടുത്ത S22ലേക്ക് വരുവാണെങ്കിൽ 36,990 നോർമൽ റേറ്റ്. എന്നാൽ 28,000 രൂപയ്ക്ക് നമ്മുടെ ഗോഡ് സെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇൻക്ലൂഡിംഗ് ബാങ്ക് ഓഫർ എന്നുള്ളതല്ല, അല്ലാണ്ട് തന്നെ നമുക്കൊരു 28,000 മുതൽ 30,000 രൂപയ്ക്കകത്ത് വരാൻ ചാൻസ് ഉണ്ട്. ബാങ്ക് ഓഫറോട് കൂട്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ ഇതിനേക്കാളും കാശ് കുറയാനും ചാൻസ് ഉണ്ട്. കൂടാതെ S23 FEയിലേക്ക് വരുവാണെങ്കിൽ 39,990 രൂപയാണ്. എന്നാൽ 33,990 നമുക്ക് ഗോഡ് സെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 30,000 രൂപയ്ക്കായിരിക്കും നമുക്ക് ഈ ഒരു S23 FE നമ്മുടെ ആ ഒരു ബിഗ് ബില്യൺ ഡേയ്സിൽ വരാൻ പോകുന്നത്. S23യിലേക്ക് വരുവാണെങ്കിൽ 49,990 രൂപയാണ് നോർമൽ റേറ്റ്. 43,990 രൂപയ്ക്ക് നമുക്ക് ആ ഒരു ഗോഡ് സെയിൽ വന്നിട്ടുണ്ടായിരുന്നു. 39,990 രൂപയ്ക്ക് നമുക്ക് ആ ഒരു ബിഗ് ബില്യൺ ഡേയ്സ് ആ ഒരു സെയിലിൽ കാണാൻ സാധിക്കും. ഇനി S23 പ്ലസിലേക്ക് വരുവാണെങ്കിൽ 84,999 രൂപയാണ് നോർമൽ റേറ്റ്. ഈ സെയിം റേറ്റ് തന്നെയാണ് നമ്മുടെ ഇപ്പോൾ ഗോഡ് ഡേയിലും വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ HDFC ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് 10,000 രൂപ ഓഫർ കിട്ടുമായിരുന്നു. എന്നാൽ നമ്മുടെ ഫ്ലിപ്കാർട്ട് ആക്സിസ് കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ 4,250 രൂപയും ഓഫർ കിട്ടി. അതായത് നമുക്ക് നോർമൽ ഓഫർ ആക്ച്വലി വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇതേപോലെ ക്രെഡിറ്റ് കാർഡിന് അത്യാവശ്യം നല്ല രീതിക്ക് ഓഫർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ ഈ ഓഫർ സമയത്തൊക്കെ തന്നെ അവർ ഏത് ബാങ്ക് ക്രെഡിറ്റ് കാർഡിനാണോ ഓഫർ കൊടുക്കുന്നത് അതങ്ങോട്ട് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഓഫറിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ 10,000 രൂപ നമുക്ക് S23 പ്ലസിന് ഓഫർ തന്നുവെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാളും ഡിസ്കൗണ്ട് കൂടാൻ ചാൻസ് ഉണ്ട്. കൂടാതെ നമുക്കൊരു 60,000 രൂപയ്ക്കുള്ള ഉറപ്പായിട്ട് നമ്മുടെ ഈ ഒരു S23 പ്ലസ് വരും കേട്ടോ, അതിൽ വേറൊരു സംശയമില്ല. കൂടാതെ S23 അൾട്രയിലേക്ക് വരുവാണെങ്കിൽ 89,990 രൂപയാണ്. ഇവിടെ നമുക്ക് ഓഫർ ഉണ്ടായിരുന്നു. ഇവിടെ ഗോഡ് സെയിൽ ഓഫർ ഇല്ലായിരുന്നു, പക്ഷേ കാർഡ് ഓഫർ ഉണ്ടായിരുന്നു. ഇത് നമുക്കൊരു 70,000 രൂപയ്ക്കുള്ളിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് BBDയിൽ. S24ലേക്ക് വരുവാണെങ്കിൽ 65,990 രൂപയാണ് നോർമൽ റേറ്റ്. എന്നാൽ ഒരു 60,000 രൂപയ്ക്കുള്ളിൽ ഈ ഒരു പ്രോഡക്റ്റും കിട്ടാൻ ചാൻസ് ഉണ്ട്. കൂടാതെ S24 പ്ലസ് 79,990 രൂപയാണ്. ഇതൊരു 70,000 രൂപയ്ക്കകത്തായിരിക്കാം പ്രോഡക്റ്റ് കിട്ടുന്നത്. S24 അൾട്രയിലേക്ക് വരുവാണെങ്കിൽ 1,29,000 രൂപയാണ് ആ ഒരു നോർമൽ റേറ്റ്. ഇത് തന്നെയായിരുന്നു ഗോഡ് സെയിലും. എന്നാൽ 6,000 രൂപ നമുക്ക് HDFC ക്രെഡിറ്റ് കാർഡിന് ഓഫർ കിട്ടി. 6,500 രൂപ നമുക്ക് S24 അൾട്രയ്ക്ക് ഓഫർ കിട്ടി. കൂടാതെ മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത് S24 പ്ലസ് ഉണ്ടല്ലോ, അതിന് 11,600 രൂപയാണ് നമ്മുടെ ഫ്ലിപ്കാർട്ട് ആക്സിസ് കാർഡിന് ഓഫർ കിട്ടിയത്. എന്തായാലും ഈ ക്രെഡിറ്റ് കാർഡിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അത് വെച്ചിട്ടൊരു വീഡിയോ അടുത്ത് തന്നെ നിങ്ങൾ കാണും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. യെസ്, നിങ്ങൾ പറയണത് ശരിയാണ്. കാരണം ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനേക്കാളും കാശ് കുറച്ച് നമുക്ക് ഇതുപോലുള്ള ഓഫർ സെയിലിൽ മേടിക്കാൻ എന്നുള്ളത്. എന്തായാലും S24 അൾട്ര നമുക്കൊരു 90,000 ഒരു 1,00,000-അകത്ത് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയാണ് നമ്മുടെ ആ ഒരു ബിഗ് ബില്യൺ ഡേയ്സ് 2024 സാംസങ് S സീരീസിലുള്ള പ്രോഡക്റ്റുകൾക്ക് ആ ഒരു വില
വില വരാൻ ചാൻസ് ഉള്ളത്. ഇതിൽ ഞാൻ പറഞ്ഞതിൽ ചിലപ്പോൾ ഇൻക്ലൂഡിങ് കാർഡ് ഓഫർ ആയിരിക്കും പല പ്രോഡക്റ്റിലും ഉണ്ടാവുക, ചിലത് ഇൻക്ലൂഡിങ് കാർഡ് ഓഫർ ഇതിനേക്കാളും കാശ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നമുക്ക് അടിപൊളി ലാഭത്തിന് മേടിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ S23 ഒക്കെ നമുക്ക് ഉറപ്പായിട്ടും 40,000 രൂപ കിട്ടുന്നതിൽ ബെറ്റർ ഓപ്ഷനാണ്, അതിൽ വേറൊരു സംശയമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തായാലും ഒരു വീഡിയോയിലൂടെ നമ്മുടെ ഫ്ലിപ്കാർട്ട് ദ ബിഗ് ബില്യൺ ഡേയ്സ് 2024 സാംസങ് S സീരീസ് ഫോണുകൾക്ക് വരാൻ ചാൻസ് ഉള്ള റേറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്ക് ആയിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.